ഹലോ ഗായ്സ്, നമ്മ ബുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ഒരു അട്ടാർ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. എവിടെയാണെന്നല്ലേ, നമ്മൾ നേരെ പോകുന്നത് പത്തിരിപ്പാലയിലുള്ള നൂറ് റെസ്റ്റോറൻറ്റിലോട്ടാണ് പോകുന്നത്. നമ്മുടെ വണ്ടിയൊക്കെ സെറ്റാണ്, വണ്ടിയൊക്കെ എടുത്തു. അത് നമ്മൾ നേരെ പോകാൻ പോവുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് പറളയിലാണ്. ഏകദേശം പാലക്കാട് നിന്ന് ഒരു 10-20 കിലോമീറ്ററിനുള്ളിലേ വരുള്ളൂ. റോഡ് സൈഡ് തന്നെയാണ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ എന്തായാലും നമുക്ക് നൂറ് റെസ്റ്റോറൻറ്റായിട്ട് പോവാം. ഓക്കെ, അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരുന്നു റെസ്റ്റോറൻറ്റ് എവിടെയാണ്. പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റാണെന്നാണ് പറഞ്ഞത്. പത്തിരിപ്പാല എത്തണ്ട, അതിന് മുന്നുള്ള പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റാണെന്നാണ് പറഞ്ഞത്. എന്തായാലും അവിടെ എത്തി കാണാം. നല്ല ബിരിയാണിയാണ്, മലപ്പുറം കുഴിമന്തി അത്ര അവിടുത്തെ സ്പെഷ്യൽ. എന്തായാലും നമ്മളിപ്പോൾ പത്തിരിപ്പാല എത്തും. ഇതാ പത്തിരിപ്പാല എത്തിയിട്ടുണ്ടേ. പത്തിരിപ്പാല ഇതാ കാണുന്നതാണ് നൂറ് ഹോട്ടൽ. സ്റ്റോപ്പിൻ്റെ തൊട്ടടുത്തുള്ളതാണ്. കാറ് നിൽക്കുന്നതിൻ്റെ അവിടെയാണ് നൂറ് ഹോട്ടൽ ഉള്ളത്. ഞാനിപ്പോൾ ഏകദേശം 11:30 അവിടെ എത്തിയത്. സംഭവം ഒരു അടിപൊളി ബിരിയാണിയാണെന്നാണ് പറഞ്ഞത്. നല്ല മലപ്പുറം കുഴിമന്തിയൊക്കെ കിട്ടും അവിടെ. കുഴിമന്തി ഈ സമയത്ത് കിട്ടില്ല, വൈകുന്നേരങ്ങളിലേ തുടങ്ങുള്ളൂ അവിടെ. എങ്കിൽ നമുക്ക് എന്തായാലും പോയി ബിരിയാണി വാങ്ങാം. കോവിഡ് ആയതുകൊണ്ട് ഞാൻ പാർസൽ വാങ്ങാമെന്നാണ് പ്ലാന്. പാർസൽ വാങ്ങി നമുക്ക് വീട്ടിൽ പോയിട്ട് തന്നെ ട്രൈ ചെയ്യാം. അവിടെ ഇരുന്ന് കഴിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് എന്തായാലും നമുക്ക് അവിടെ നിന്ന് വാങ്ങാം. നൂറ് ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നിങ്ങൾക്കൊരു വ്യൂ ഞാൻ കാണിച്ചു ഇതാണ്. എന്തായാലും ഞാൻ സാധനം വാങ്ങിയതാ വീടെത്തിയിട്ടുണ്ട്. നല്ല ഒന്നാം തരം നല്ല കിണ്ടിൽ കണക്കുള്ള ബിരിയാണി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നല്ല വെയിറ്റ് ഉണ്ട്, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അതിൻ്റെ കൂടെ റൈത്ത കാര്യങ്ങളൊക്കെ അവർ തന്നിട്ടുണ്ട്. നമുക്കത് ഓപ്പൺ ചെയ്യാം. എന്തായാലും അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അറിയാം, നല്ല അടിപൊളി മണമാണ്. നല്ല മസാലയൊക്കെ വെച്ച് നല്ല സൂപ്പർ മണം എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും നല്ല ദമ്മ് ബിരിയാണിയാണ്. നമുക്കത് വലിയൊരു പാത്രത്തിലോട്ട് അത് മാറ്റുന്നുണ്ട്. 2 ബിരിയാണി വാങ്ങിയിട്ടുണ്ട്. ഏകദേശം 4 ആൾക്ക് കഴിക്കാൻ തോന്നുന്നു, അത്രയുണ്ട് ബിരിയാണി. ക്വാണ്ടിറ്റി ഒരു രക്ഷയില്ല. പൊളിച്ചു. എന്ത് മണമാണെന്നറിയോ. അതിൻ്റെ പീസുകളൊക്കെ അങ്ങോട്ട് നല്ല സോഫ്റ്റായിട്ട് മുരിഞ്ഞ സാധനം. ചിക്കനൊക്കെ സൂപ്പറായിട്ടുണ്ട്. എങ്കിൽ ഞാനത് പ്ലേറ്റിൽ കഴിയിട്ട് തട്ടാനുള്ള പരിപാടി നോക്കട്ടെ. എന്തായാലും നല്ല മുരിഞ്ഞ് നല്ല സോഫ്റ്റ് ചിക്കനാണ്. ഇതിൻ്റെ മണം തന്നെ ഉണ്ടല്ലോ, കണ്ടു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇപ്പം തന്നെ ഫുള്ളായി കഴിക്കാൻ തോന്നും. എങ്കിലും നമുക്ക് നോക്കാം. കണ്ടില്ലേ, ഇതിൻ്റെ സോഫ്റ്റൊക്കെ ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ ബിരിയാണി. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. എല്ലാവരും അവിടെ പോയി ട്രൈ ചെയ്യുന്നു എങ്ങനെ ഉണ്ടെന്ന്. ദം ബിരിയാണിയാണ്. ഞാൻ എന്തായാലും അതിൻ്റെ ഫസ്റ്റ് പീസ് എടുത്തപ്പോൾ തന്നെ എല്ലാം ഭയങ്കര സോഫ്റ്റായിട്ടുണ്ട്. ഒട്ടുക്കത്ത് നല്ല മസാലയുണ്ട് കേട്ടോ. മസാലയാണ് സൂപ്പർ, പറയാനില്ല, രക്ഷയില്ല. നമ്മുടെ വിജുക്കുട്ടൻ പറഞ്ഞ പോലെ ഒരു പൊളിച്ച് തകർത്തു എന്ന് പറഞ്ഞ പോലെ അടിപൊളി സാധനം. ഞാൻ എന്തായാലും അതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ബാക്കി നമുക്ക് പറയാം. എന്തായാലും സംഭവം ഉഷാറായിട്ടുണ്ട്. നിറയെ ക്വാണ്ടിറ്റി ഉണ്ട്. നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല നമ്മളെ അടിപൊളി നമ്മുടെ മനസ്സ് നിറയ്ക്കും അങ്ങനത്തെ ഒരു ബിരിയാണിയാണ്. ഞാൻ പാലക്കാട് നിന്ന് മുമ്പ് വേറെ ഒന്ന് കഴിച്ചിട്ടുണ്ട്. നെന്മാറിൽ നിന്ന് തലശ്ശേരി ബിരിയാണി കഴിച്ചിട്ടുണ്ട്. അതിനേക്കാളും കുറച്ചും കൂടെ നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഇത്. ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര നല്ല ടേസ്റ്റാണ്. വേറെ എക്സ്ട്രാ കാര്യങ്ങളൊന്നുമില്ല, ഈ കറികളൊന്നുമില്ല. ഇത് വെച്ച് തന്നെ നമ്മൾ കഴിക്കണം. റൈത്തയുണ്ട്, പിന്നെ അച്ചാറുമുണ്ട്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതുപോലത്തെ വീഡിയോകൾ കാണണമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. എന്നെ സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ അടുത്തെത്തും. വീഡിയോ മാത്രമല്ല, ട്രാവൽ വീഡിയോസ് എല്ലാ വീഡിയോസും ചെയ്യുന്നതല്ലേ. എല്ലാം ഫസ്റ്റ് വീഡിയോ കാര്യം വേണം. അല്ലെങ്കിൽ നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, പഠിക്കണം. ചെയ്യണം. പത്തിരിപ്പാല